നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, അർജുനേട്ടൻ ഒരുങ്ങിയില്ലേ ഇതുവരെ? എങ്ങോട്ട് പോവാൻ? സുസ്മിതയുടെ കല്യാണത്തിന്. സുസ്മിതയുടെ കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ലല്ലോ പ്രതി. അർജുനേട്ടാ, അമ്മ അർത്ഥത്തിലൊന്നും അല്ല. പിന്നെ ഏതർത്ഥത്തിലാ പ്രതി? അവരുടെ വീട്ടിൽ ചെന്ന് മുഖത്തടിച്ചതുപോലെ സംസാരിച്ചിട്ട് പോന്നവരാ നീയും വിഷ്ണു. നിങ്ങളോട് അവർക്ക് ക്ഷമിക്കാം, മക്കളാണല്ലോ. ഞാൻ മരുമകനും. ആ ഒരു വേർതിരിവ് അങ്ങനെ തന്നെ അങ്ങ് നിന്നോട്ടെ. നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമല്ല, എന്നെ അപമാനിക്കാൻ വേണ്ടി അവരോട് വന്നെന്നാ എനിക്ക് മനസ്സിലായത്. പ്രീതി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീയും ഈ കല്യാണം കൂടെ ഇറങ്ങി തിരിക്കില്ല പ്രീതി. അർജുനേട്ടൻ, ഞാൻ പ്രീതി എന്നെ ക്ഷണിക്കാത്ത കല്യാണത്തിന് നീ പോകുന്നതിന്റെ അർത്ഥം എനിക്ക് നീ വില വെക്കുന്നില്ല എന്നുള്ളതാ. പക്ഷെ തീരുമാനം നിന്റേതാണ്. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെയാണ് ഈ സുസ്മിത. നിന്റെ തീരുമാനം പറഞ്ഞില്ല. സുസ്മിതയുടെ കല്യാണം എനിക്ക് കൂടണം അർജുനേട്ടാ. അവളുടെ കഴുത്തിൽ താലി വീഴുന്നത് എനിക്ക് നേരിട്ട് കാണണം. അത് നടക്കുന്നത് നരകത്തിൽ വെച്ചായാലും. പ്രീതി, ഈ കാര്യം നമ്മൾ പലവട്ടം സംസാരിച്ചതാ. ഇനിയും നിനക്ക് നിന്റെ അമ്മ തന്നെയാണ് പ്രധാനമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. എന്തുവച്ചാ ഈ ബന്ധം ചിലപ്പോ ഇവിടെ അവസാനിച്ചേക്കുമെന്ന് അല്ലേ? കഴിഞ്ഞില്ലത് ഇവർക്ക് മാത്രം ഉണ്ടാവും ഇത്ര ഒരുങ്ങാനായിട്ട്. ആ കുറെ നേരമായി വന്നിട്ട്. ഓ വരുമല്ലേ വിഷ്ണുട്ടാ? ഓ എന്റെ അമ്മോ, സമാധാനമായി, ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ. കല്യാണത്തിന് പോകുമ്പോ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഒരുങ്ങണ്ടേ വിഷ്ണുട്ടാ? ഇതാണ് കുറച്ച്. അത് കൊള്ളാം. അതേ, കല്യാണം ഇന്നല്ല, ഒരത്തിന് പെണ്ണിയാവില്ല സുസ്മിത. അർജുനേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ശരി, ഈ കല്യാണം എനിക്ക് കൂടിയേ തീരും. ഇക്കാര്യത്തിലൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഉള്ളൂ പ്രീതിക്ക് മുന്നോട്ടുള്ള ജീവിതം. നമ്മുടെ കുഞ്ഞും നമ്മുടെ കുഞ്ഞും. എങ്കിൽ നീ പോ പ്രീതി. ഇവിടെ ഞാനുണ്ടാവുമെന്ന് കരുതി നീ ഇങ്ങോട്ട് വരണമെന്നില്ല. നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കാം. അർജുനേട്ടന്റെ ഇഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.